ഞാൻ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ 70 വർഷ വൈദൂരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് അകറ്റി നിർത്തുന്നതാണ്. അപ്പോൾ വലിയ പവറാണ്. റമദാൻ മാസത്തിന് വലിയ പവറാണ്. عن عمرو بن عاص رضي الله عنه رسول الله صلى الله عليه وسلم قال فصل ما بين صيامنا وصيام أهل الكتاب أكلة السحر. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെയും മറ്റു വേദക്കാരുടെയും നോമ്പുകൾക്കിടയിലുള്ള അന്തരം അത്താഴം കഴിക്കലാണ്. عن أنس بن مالك رضي الله عنه أن نبي الله صلى الله عليه وسلم وزيد بن ثابت رضي الله عنه تسحرا فلما فرعا من سهورها قام النبي صلى الله عليه وسلم إلى الصلاة فصلى فقلنا لأنس رضي الله عنه كم كان بين فرائهما من سهورهما ودخولهما في الصلاة قال كقدر ما يقرأ الرجل 50 آية. നിശ്ചയം അല്ലാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹും അത്താഴത്തിൽ നിന്ന് വിരമിച്ചപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നിസ്കാരം നിർവഹിച്ചു. അന്നേരം അനസ് റളിയല്ലാഹുവിനോട് ഞങ്ങൾ ചോദിച്ചു, രണ്ടുപേരുടെയും അത്താഴ വിരാമത്തിനും നിസ്കാരത്തിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? അപ്പൊ മഹാൻ പറഞ്ഞു, ഒരാൾ 50 ആയത്ത് പാരായണം ചെയ്യാവുന്ന ആ സമയം മാത്രമാണ്. അപ്പൊ നമ്മള് അത്താഴം എന്ന് പറഞ്ഞാൽ ഒരു 20-25 മിനിറ്റ്, ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ അത്താഴം വെച്ചിരിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലെ, ബാങ്ക് വിളിക്കുന്ന 1 മിനിറ്റ് മുമ്പ് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അത്താഴം കഴിച്ച് പിന്നെ ദിക്റും സ്വലാത്തും ദുആയിൽ ബാങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. أن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم كان يدركه الفجر وهو جنوب من أهله ثم يغتسل ويصوم. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഫജ്ർ വെളിവാകുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ഫജ്ർ വെളിവാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അശുദ്ധിയുള്ളവരായി ഇരിക്കാറുണ്ട്. പിന്നീട് കുളിക്കുകയും